മനുഷ്യൻ്റെ ആത്മാവിനെ തേടിയുള്ള ഒരു യാത്രയാണ് ബൈബിൾ. വെറുമൊരു പുസ്തകമല്ല ഇത്. പുരാതന കാലം മുതൽ നമ്മുടെ കാലം വരെ ഒഴുകി നീങ്ങുന്ന ഒരു നദി പോലെയാണിത്. ഓരോ പുസ്തകത്തിലും ഓരോ അധ്യായത്തിലും ഓരോ കഥകളുണ്ട്. ഓരോ പുസ്തകവും ഓരോ ദൂരദേശത്തെക്കുറിച്ചുള്ള വിവരണം നൽകുന്നു. അത് ചിലപ്പോൾ ദുഃഖം നിറഞ്ഞതോ അല്ലെങ്കിൽ ഭക്തി നിറഞ്ഞതോ ആകാം. ഇതിൽ 2 പുസ്തകങ്ങളുണ്ട്, പഴയതും പുതിയതും. പഴയ പുസ്തകത്തിൽ ലോകം അതിൻ്റെ ആദ്യത്തെ ശ്വാസമെടുത്തപ്പോൾ മുതലുള്ള കഥകളുണ്ട്. സൃഷ്ടാവ് മനുഷ്യൻ്റെ ആത്മാവിൽ സ്നേഹത്തിൻ്റെയും ധാരണയുടെയും ആദ്യ വിത്ത് നട്ട കഥയാണിത്. ഈ പുസ്തകം പഴയ കാലത്തെ പ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ യാത്രകളെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും നമ്മോട് പറയുന്നു. പുതിയ പുസ്തകത്തിൽ ഒരു പുതിയ പ്രഭാതത്തെക്കുറിച്ചുള്ള കഥകളുണ്ട്. ഇത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥയാണ്. ഈ പുസ്തകത്തിൽ ഒരു യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അതൊരു പുതിയ ആത്മാവിനെക്കുറിച്ചാണ്. ആ ആത്മാവ് പഴയ ലോകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. പുതിയ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കുറിച്ചും അവരുടെ പ്രവചനങ്ങളെക്കുറിച്ചും ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചും നമ്മോട് പറയുന്നു. ഈ 2 പുസ്തകങ്ങളും ചേർന്ന് മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു മുഴുവൻ കഥയാകുന്നു. അവ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും നമ്മുടെ കണ്ണുകളിൽ പ്രതീക്ഷയും നൽകുന്നു. ഈ പുസ്തകങ്ങൾ നമ്മെ മനുഷ്യത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവ മനുഷ്യൻ്റെ യാത്രയുടെ മുഴുവൻ കഥയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.